ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കടുക്ക ഫ്രൈൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കടുക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ എന്നൊക്കെ പറയില്ലേ, ആ സംഭവം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് നാര്, അതേപോലെ തന്നെ കല്ല്, അങ്ങനെയുള്ള പൊടി കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതേപോലെ തന്നെ നല്ലൊരു വൃത്തിയുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതായത് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. ആ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് കണ്ടില്ല തുറന്ന് കിടക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്കതിൻ്റെ കാമ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തുറന്നു വന്നതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ തോട് കളഞ്ഞ് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ തിളപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് കുറച്ച് വൃത്തി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കടുക്ക ചിലപ്പോൾ ഒരു കല്ല് കടിക്കുന്ന ഒരു രീതിയിലുണ്ടാവും. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വേവിക്കാനുള്ള നമ്മുടെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, നോർമലി നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി, തക്കാളി കാര്യങ്ങളെടുക്കുക. ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 തക്കാളി, 4 പച്ചമുളക്, കറിവേപ്പില കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫ്രൈ പാനിലേക്ക് അത്യാവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയുടെ അതേപോലെ തന്നെ ഉള്ളിയിട്ട് നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വാട്ടി വരുന്ന സമയത്ത് നമ്മളിവിടെ കടുക്ക് കുറച്ച് ഞാൻ ഫ്രൈയും ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് നോർമലി നമ്മുടെ മുളക് മല്ലിയൊക്കെ ഇട്ടിട്ട് മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതായത് ഒരു വലിയ സ്പൂണോളം മുളക് പൊടി, അതേപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ബിരിയാണി മസാല, അതേപോലെ തന്നെ ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമ്മൾ കടുക്ക, അതായത് കഴുകി വെച്ച് വൃത്തിയാക്കിയിട്ടുള്ള കടുക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാതെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളമല്ലേ അതാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, അതേപോലെ തന്നെ നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റും നല്ലൊരു കടുക്കയുടെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. അപ്പോൾ ആ വെള്ളം വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ ഞാനിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെക്കാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയക്കട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു വെള്ളമാണ് കേട്ടോ ഇത്. അപ്പം അത് ശ്രദ്ധിക്കുക, മണ്ണ് കാര്യങ്ങളൊന്നുമില്ല. ഒരു തട്ട് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ പിന്നെ ആ വെള്ളം കൂടി ചേർക്കുന്നത് കേട്ടോ. ആ വെള്ളം ചേർക്കുന്ന സമയത്ത് പിന്നെ വേറൊരു സെപ്പറേറ്റ് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഈ കടുക്കയുടെ നല്ലൊരു ഫ്ലേവർ അതിന് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പൊടി, മണ്ണ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ടുള്ള വെള്ളം എടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട.